ഇന്ന് നമ്മുടെ കയ്യിൽ കുറേ റീൽസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് റിയാക്ട് ചെയ്യാം. ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ വണ്ടികൾ ഒരു ഫ്ലൈ ഓവറിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു കാറുകാരൻ വരുന്നു, ഒരു ഓട്ടക്കാരനെ തെള്ളിയിടുകയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണുന്ന സംഭവം ഒരു സ്കൂട്ടറുകാരൻ പെട്ടെന്ന് തന്നെ സ്പീഡ് കൂട്ടി രക്ഷപ്പെടുകയാണ് ഗായ്സ്. അപ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നു, ആ ഓട്ടോക്കാരന് കിട്ടിയത് നന്നായെന്ന്. ഗായ്സ്, നിങ്ങളൊന്ന് ചിന്തിച്ചേ, വളരെ തെറ്റായ ചിന്താഗതിയാണ്. ഇവിടെ കാറുകാരൻ വളരെ തോന്നിയ പോലെയാണ് വണ്ടി ഓടിക്കുന്നത്. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ആ ഓട്ടോക്കാരൻ നിൽക്കുന്ന പൊസിഷൻ നോക്ക് ഗൈസ്. സാധാരണ ഇതുപോലെയുള്ള മൾട്ടി ലെയിനുകളിൽ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള പാത്ത് എന്ന് പറയുന്നതാണ് ഈ ഏറ്റവും ലെഫ്റ്റിലായിട്ടുള്ള ഭാഗം. അതുവഴിയാണ് അയാൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർത്ത് നോക്കി, ഒന്നും അല്ലെങ്കിലും അയാൾ ആ ഒരു മാന്യത കാണിച്ചില്ല ഗൈസ്. പിന്നെ ഇടയ്ക്കൊരു ആ ഇടവിട്ട് പോകുന്ന വൈറ്റ് ലൈനിൻ്റെ മുകളിലൂടെ ഓടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്ന് നോക്കിയാലും ഗൈസ്, ഒന്ന് മാന്യമര്യാദയ്ക്ക് ഓടിക്കടയും. ഫ്രണ്ടിൽ പോകുന്ന വണ്ടികളെല്ലാം ഗൈസ് സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ കുറച്ചൊക്കെ സ്ലോയിൽ ഓടിക്കാം. ഓക്കെ, ആ ഫ്ലോയിൽ ഇങ്ങ് വന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും പാട്ടെ ഗൈസ്. അപ്പോൾ അത്രയും ഞാൻ പറയുന്നുള്ളൂ. വളരെ 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 തോന്നിവാസം. എന്നിട്ട് വണ്ടി നിർത്തുന്നുമില്ല, അവൻ രക്ഷപ്പെടുകയാണ്. അടുത്ത വീഡിയോയിലേക്ക് പോകാം. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡോഗൂട്ടൻ റെയിൽവേ ട്രാക്കിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ് ഗൈസ്. കുറേ റെയിൽവേ അധികൃതർ വരുന്നു, അതിനെ രക്ഷിക്കാൻ നോക്കുകയാണ് ഗൈസ്. അപ്പം രക്ഷിക്കാൻ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവമുണ്ട്. ഒരു ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആ ഒരു പാളത്തെ കൂടാണോ പോകുന്നത് നമുക്കറിയത്തില്ല. എന്തിലും അവർ കുറേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിനെ രക്ഷിച്ചു. പാവത്താൻ നന്ദി പോലും പറയാതെ അവിടുന്ന് മുങ്ങി ഗൈസ്. എന്തൊരു പാട്ടെ. അടുത്ത വീഡിയോയിലേക്ക് പോകാം. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുലി ഓടി അങ്ങോട്ട് കയറി ചെല്ലുന്നു. ഇത് കണ്ട കുറേ നായ്ക്കൾ അതിൻ്റെ പുറകിന് ഓടുകയാണ് ഗൈസ്. മണ്ടന്മാർ അവിടെ കയറി ചെന്നപ്പോഴാണ് മനസ്സിലായത് മടയിലുള്ളത് ആൾ വേറെയാണെന്ന്. എന്നാലും എന്ത് മണ്ടന്മാരടാ നീയൊക്കെ. ഇത്രയും പാക്സ് ആയിട്ടില്ലേ? നീയൊക്കെ എല്ലാം ഒന്നിച്ച് അതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. എന്നിട്ട് പോലും പേടിത്തൊണ്ടന്മാർ അവിടെ നിന്ന് ഓടിയേക്കുന്നു ഗൈസ്. കഷ്ടം തന്നെ ഇവൻ്റെ കാര്യം. അവിടെ എന്തുവാണ് സംഭവിച്ചേക്കുന്നത് നമുക്കറിയത്തില്ലല്ലോ. ഏതെങ്കിലും ഒരുത്തനെ പിടിച്ച് കാണും. ഞാൻ ഇതിൻ്റെ ഒന്നും എണ്ണമൊന്നും എടുത്തില്ല കേട്ടോ. ഏതെങ്കിലും ഒരു ഡോഗിൻ്റെ കഴുത്തേക്കറി പിടിച്ച് കാണും എന്തായാലും. അതോടെ എല്ലാത്തിൻ്റെയും എയർ പോയി കാണും ഗൈസ്. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഒരു ചെറുക്കൻ അദ്ദേഹത്തിൻ്റെ ഹോംവർക്ക് ചെയ്യുകയാണ്. സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? വിവരം വെക്കാനല്ലേ? വിവരം വെക്കാനാണല്ലോ. പിന്നെ എന്തടേ ഹെൽമെറ്റ് വെച്ചാൽ എന്തുകൊണ്ട് ഗൈസ്? അതും പോട്ടെ, ട്രിപ്പിൾ റൈഡിങ് ആണ്. പിന്നെ ഇങ്ങനെയൊക്കെ ഇരുന്ന് വണ്ടിയിലിരിക്കുന്ന എന്തൊരു അപകടകരമായ ഇതാന്ന് നോക്കിയേ. അപ്പോൾ പിന്നെ വിദ്യാഭ്യാസം കൊണ്ട് വല്ല ഗുണമുണ്ടായവിടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കഷ്ടം തന്നെ. അടുത്ത വീഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ജർമ്മൻ ഷെപ്പേർഡ് എന്തോ ഒക്കെ ആലോചിച്ച് ഇങ്ങനെ സ്വപ്നലോകത്തിരിക്കുകയാണ്. അപ്പോഴാണ് കുറേ കുട്ടികൾ ഓടുന്നത് അത് കണ്ടത്. അപ്പോഴാണ് അതിൻ്റെ പുറകിനൊരു നായ സ്ട്രീറ്റ് റോക്ക് ഓടുന്നത് കണ്ടത്. അവൻ ഒന്നും നോക്കിയില്ല, ഹീറോ കളിക്കാനായിട്ട് ഇറങ്ങി ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കൊച്ചുകുട്ടി പെട്ടുപോയി ഗൈസ്. മറ്റേ പിള്ളേർ ഓടിയ കൊച്ചുകുട്ടിയെ ഇട്ടിട്ടാണ് ഓടിയ. കഷ്ടം, പാവം തന്നെ എൻ്റെ കാര്യം കേട്ടോ.